CMRൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ ഉപാധ്യക്ഷനായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ CMRൽ അതിനെതിരെ ഒരു സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഈ പേരുകൾ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ ഒരു കാരണവശാലും ഷോൺ ജോർജിന് നൽകരുതെന്ന്. മാധ്യമപ്രവർത്തകരുണ്ട്, സാമുദായിക നേതാക്കളുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പണം പറ്റിയവരുണ്ട്. 3000-ഓളം പേർ ഉണ്ടെന്നാണ് പറയുന്നത്. ഷോൺ ജോർജിന് ഇത് നൽകരുത് എന്ന് CMRൽ പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കോളിളക്കം ഉണ്ടാക്കും എന്ന് കരുതിയിട്ട് കൂടി ആവില്ലേ? അതിനകത്ത് ഈ പറയുന്ന ഷോൺ ജോർജിന് നൽകരുതെന്ന് CMRൽ പറഞ്ഞിരിക്കും. CMRലിൻ്റെ പുറകിൽ ആരോ ഉണ്ട്. ആരെന്ന് പറഞ്ഞാൽ അത് വെളിയിൽ വരണ്ട, കൊടുക്കണ്ട, അല്ലെങ്കിൽ കൊടുത്താൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് മാധ്യമങ്ങളിൽ കൂടി വന്നാൽ ആക്ഷേപം ഉണ്ടാവും, ഇലക്ഷനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ചില കക്ഷികളുടെ പേരായിരിക്കുമല്ലോ ഉയർത്തി കാണിക്കുന്നത്. ഈ 3000 പേര് എന്ന് പറയുമ്പോൾ ആ 3000 പേരിൻ്റെ അകത്ത് ഇപ്പോൾ പിണറായി വിജയൻ്റെ പേരുണ്ടെങ്കിൽ അത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരും. അതുപോലെ രമേശ് ചെന്നിത്തല, ഇതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾ. BJPയുടെ ഇപ്പോൾ RC ചന്ദ്രശേഖരൻ്റെ പേരുണ്ടെങ്കിൽ അത് ഏറ്റവും ഉയർത്തി തരും. ആ ബാക്കി 3000 പേരെന്ന് പറഞ്ഞാൽ അതിനകത്ത് പലരും കാണും. അവർ ജനത്തിന് താല്പര്യമില്ലാത്തവർ, രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടാകും. അപ്പം ഇതിനകത്ത് CMRൽ എന്ന് പറയുന്ന കമ്പനിക്ക് ഈ പറയുന്ന അവർ കൊടുത്തിരിക്കുന്ന എന്താ, പിരിവ് കൊടുത്തിരിക്കുന്നു എന്ന് പറയും. അപ്പം വലിയ വലിയ കമ്പനികളും വലിയ വലിയ ബിസിനസ്സുകാരും ഒക്കെ ഈ രാഷ്ട്രീയക്കാർക്ക് പിരിവ് കൊടുക്കാറുണ്ട്. ഈ പിരിവ് കൊടുക്കുന്നത് യഥാർത്ഥത്തിലുള്ള റെസിപ്റ്റാണ് അതിന് ഉപയോഗിക്കുന്നതെങ്കിൽ ആ റെസിപ്റ്റ് ടാക്സിന് അല്ലെങ്കിൽ അത് കുറച്ച് ടാക്സ് കൊടുത്താൽ മതി എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് അത് വെളിയിൽ വരുന്നത് കൊണ്ടോ അതാരേലും അറിയുന്നത് കൊണ്ടോ ആ കമ്പനിക്കകത്ത് ക്ഷീണമുണ്ടാകുന്ന ഒരവസ്ഥയില്ല. പക്ഷേ അത് വെളിയിൽ വിടണ്ട എന്ന് CMRലിനെ കൊണ്ട് ഹൈക്കോടതിയിൽ സ്റ്റേ കൊടുപ്പിക്കുന്നതിൻ്റെ പിറകിൽ പ്രധാനപ്പെട്ട ഏതോ ഒരു നേതാവ് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രധാനപ്പെട്ട കക്ഷികൾ ആരോ ഉണ്ട്. അത് CMRലിനും വേണ്ടപ്പെട്ടതായിട്ട് വരുന്നൊരിടപാടുണ്ട്. അതിനകത്ത് CMR കേസ് ഇപ്പം പൊതുജനത്തിനിടയ്ക്ക് ചർച്ചയാവുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മാസപ്പടി കേസാണ് അതിനകത്തൊരു പ്രശ്നം. ഇതാണ് രാഷ്ട്രീയത്തിനകത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് SFIO ആ കേസെടുത്തിരിക്കുന്നു. ആ കേസ് കോടതിയിൽ വരുന്നു. ആ കോടതിയിലാണ് ഈ കുറ്റപത്രം, ഏതാണ്ട് 775 പേരുള്ള കുറ്റപത്രം. ആ കുറ്റപത്രത്തിനകത്താണ് ഈ 3000 പേരുടെ ലിസ്റ്റ് വരുന്നത്. അപ്പം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളും വിവരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വെളിയിൽ വരുന്നത് കൊണ്ട് ഇപ്പം ഇതിനകത്ത് അത് വെളിയിൽ വിടണ്ട എന്ന് CMRൽ പറയുന്നെങ്കിലും അത് വെളിയിൽ വിടാതിരിക്കുന്നതിന് വേണ്ടി അതിനകത്ത് ഇടപെടണമെന്ന് CMRന്റെ അടുത്ത് പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കക്ഷിയുണ്ട്. അത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം വീണ വിജയനായിരിക്കും, അല്ലെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് പിണറായി വിജയൻ്റെ മാസപ്പടി കേസ് കൊണ്ട് ആ പാർട്ടിയെയും ആ സംവിധാനത്തെയും ഒക്കെ ഈഴ്ത്തി കാണിക്കാൻ കാണിക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുടെയൊക്കെ പേര് വന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെ അതിനകത്ത് വന്ന് പേരുണ്ടായിരുന്നു. നമ്മൾ പറയുമ്പോൾ കുറ്റം പറയുമല്ല, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഉള്ളവരുടെ പേര് അതിനകത്തുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ എല്ലാം പേരുണ്ട്. പോട്ടെ, ഇപ്പം ഇതിനകത്ത് ഷോൺ ജോർജ് ആണെന്നല്ലോ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. രാഷ്ട്രീയം നോക്കി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ ലിസ്റ്റ് വെളിയിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല. പണ്ട് പണിച്ചൻ്റെ അറിയാമല്ലോ, മണിച്ചൻ്റെ ഡയറി വെളി വന്ന പോലെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആരൊക്കെ കാണുമെന്ന് ഡയറി വെളി വന്നതിലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ബാക്കി ഞാൻ മേടിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യമുള്ള നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് ഡയറി വെളിയിൽ വരണ്ട എന്നുള്ള രീതിയിൽ CMRന്റെ അടുത്ത് ഈ ഡയറി, ഈ ലിസ്റ്റ് വെളിയിൽ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാം കൂടെ കൂട്ടായിട്ട് അതിൻ്റെ മാനേജ്മെൻ്റ് പറഞ്ഞു അങ്ങനത്തെ ഒരു ഹർജി കൊടുക്കുക. അപ്പോൾ അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിധി പറയുന്നതിൻ്റെ ദിവസം വന്നപ്പോൾ ഇല്ലേ സാർ മാറ്റിവെക്കുന്നത്. പക്ഷേ പിന്നെ അത് ആ സ്റ്റേ മാറ്റിയിട്ട് ഒരുപക്ഷെ ഇത് കിട്ടുമായിരിക്കും. അപ്പോഴത്തേന് ഇലക്ഷൻ കഴിയും. പിന്നെ ഇത് കിട്ടിയിട്ടോ ചർച്ച ചെയ്തിട്ടോ കുറേ നാൾ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ലല്ലോ. പിന്നെ അടുത്ത 5 കൊല്ലം കഴിഞ്ഞല്ലേ ഉള്ളൂ ഇലക്ഷൻ. ഷോണിന് ഇതൊരു പക്ഷേ ഷോണിൻ്റെ പാർട്ടിക്ക് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷോണിന് സ്വന്തമായിട്ട് എന്തെങ്കിലും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത് വെളിയിലെടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു താല്പര്യം, അതായത് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആള് ഷോണിൻ്റെ അച്ഛനെ മേടിച്ചിട്ടില്ല എന്ന് വേണം ഇതിനകത്തുനിന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ ഈ ലിസ്റ്റ് വെളിയിൽ കൊണ്ടുവരുന്നതിനകത്ത് പുള്ളി താല്പര്യം എടുക്കത്തില്ല. ഈ SFIO കേസുകൾക്ക് പരിഗണിക്കുന്ന കോടതിയിലാണ് ഇതിപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചു. അപ്പോൾ 775 പേരുള്ള ഒരു ഡയറി കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് പിണറായി വിജയൻ്റെ മകൾ 3ാം പ്രതിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ളവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതൊരു വലിയ കോളിളക്കം ഉണ്ടാകും എന്നുള്ള കാരണം കൊണ്ടായിരിക്കില്ലേ CMRൽ മാനേജ്മെൻറ്റിൻ്റെ ഈ ഇടപെടൽ? അല്ല, CMR മാനേജ്മെൻറ്റ് അതിനകത്ത് ഇടപെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ
എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്, എന്നും സഹായിക്കും, ഇനിയും സഹായിക്കും. സാധാരണ ഈ ഓണം, വിഷു, ക്രിസ്മസ്, അതുപോലെ മറ്റ് ആഘോഷങ്ങൾ, പെരുന്നാളുകൾ ഒക്കെ വരുമ്പോൾ ഈ ആലുവയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നല്ല തിരക്കായിരിക്കും. എന്താണ് തിരക്കെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ വാങ്ങിക്കാൻ വരുന്നതാണ് ആൾക്കാർ. അപ്പോൾ അത് സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്. 10,000, 25,000 ഓരോരുത്തർ റേഞ്ച് അനുസരിച്ചിട്ട് കാശ് കൊടുത്തു വിടും. ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ്. മനസ്സിലായി? വിഷുവിനും വിഷു കൈനീട്ടം വന്ന് വാങ്ങിക്കുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ വലിയ നേതാക്കൾ പക്ഷേ ഈ 10,000 25,000 അല്ല വാങ്ങിക്കുന്നത്. അവർ അത് 25 ലക്ഷമോ 50 ലക്ഷമോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. ഇവരുടെ മുഴുവൻ ലിസ്റ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കണം. അങ്ങനെയാണ് 3000 പേര് വന്നിരിക്കുന്നത്. ഈ 3000 പേരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുണ്ട്. ഷോൺ ജോർജ് ഇപ്പോൾ അത് വാങ്ങിക്കുന്നത് ഒരു രാഷ്ട്രീയ കോളിലൊക്കെ സൃഷ്ടിക്കാനാണ് എന്ന് നമുക്ക് കരുതാമെങ്കിലും എല്ലാവരും കാശ് വാങ്ങിച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൻ്റെ താല്പര്യം അത് പുറത്തു വരട്ടെ എന്നുള്ളതാണ്. പുറത്തു വന്നാൽ നമുക്കറിയാലോ, ഇതാര്, ഇത് ചിന്നപ്പനല്ലേ എന്ന് നമുക്ക് ഓരോരുത്തരുടെയും കാര്യം കൃത്യമായിട്ട് പേര് പറഞ്ഞ് അയാൾ ഇത്ര കാശ് വാങ്ങിച്ചല്ലോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ശരിക്കും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തി മാത്രമായിട്ട് ഈ ലിസ്റ്റ് പോകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. നേരത്തെ ഇതിൻ്റെ അരികും വക്കും മൂലയും ഒക്കെ പുറത്തു വന്നാണ്. അങ്ങനെയാണ് പല പേരുകളുണ്ട്. മനസ്സിലായി? അതിൽ PV ആരാണ് എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായി? അങ്ങനെ ഓരോരുത്തരുടെയും കോഡ് വാക്കുകൾ എഴുതിയിട്ടാണ് ഈ വലിയ സംഭാവനകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഡീകോഡ് ചെയ്യേണ്ടി വരും ആരാണ് PV എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ഞാൻ വാക്കുകൾ ഇതിലൊന്നും കിടക്കുന്നില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരാളല്ലല്ലോ, 3000 പേരെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു പരിച്ഛേദമാണ് നമ്മൾ കാണുന്നത്. അവരൊക്കെ തന്നെ ഇയാളിൽ നിന്ന് പണം വാങ്ങിച്ചവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതെ നാണം വരും. ഇവരാണല്ലോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അവസരം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയാം ഇത് ആരൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ നോക്കൂ, കുറച്ച് നാൾ മുമ്പല്ലേ ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രശ്നമുണ്ടാക്കി ബിനോയ് വിശ്വത്തിനെതിരെ സംസാരിച്ചു. അപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞ 3 ലക്ഷം രൂപയല്ലേ, അത് തിരിച്ചു തന്നേക്കാം, പാർട്ടി രസീത് അനുസരിച്ച് വാങ്ങിച്ചിട്ടുള്ള പൈസ ഇവന്മാർ വിളിച്ചു പറയും, കാശ് കൊടുത്തിട്ടുള്ളവന്മാർ നീ എൻ്റെ അടുത്ത് അങ്ങനെ വാങ്ങിച്ചിട്ട് പോയില്ലേ. ഓരോ പാർട്ടിക്കാർ, എല്ലാ പാർട്ടിക്കാർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പണം ആവശ്യമാണ്. അതിന് ഇത്തരത്തിലുള്ള ഷെയ്ഡി ബിസിനസ് ക്യാരക്ടേഴ്സിൽ നിന്ന് തന്നെയാണ് അവർ പണം വാങ്ങിക്കുന്നത്. ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് നോക്കൊരു സ്ഥാനാർത്ഥികൾ എത്ര കോടിയാണ് ചിലവഴിക്കുന്നത്. എവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും ഇത്? 4-5 കോടി രൂപ ചിലവഴിക്കാതെ അവർക്കൊരു തെരഞ്ഞെടുപ്പിൽ അവരുടെ ബഹളം കാണിക്കാനായിട്ട് പോലും കഴിയില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കലല്ല പ്രശ്നം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അത്രയും പൈസ ആണ്. 5 കോടി രൂപയ്ക്ക് പിന്നെ എവിടെ നിന്നാണ് ഉണ്ടാക്കണം? അപ്പോൾ ഒരു പണച്ചെലവും നടത്താതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് തയ്യാറാവണം. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിലുള്ള അഴിമതികൾ. ആ അഴിമതികൾ ആരെല്ലാമാണ് അതിൻ്റെ പങ്കാളികളായിരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടൊരു അവസരമായിരുന്നു കോടതി ഈ 3000 പേരുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ. ധവളപത്രം പോലെ പ്രസിദ്ധീകരിക്കണം. ഇവരൊക്കെയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനകത്ത് പ്രശ്നം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ 3ാം പ്രതിയാണ്. അപ്പം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായി കേസിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന CPM-നും വലിയ തിരിച്ചടിയാവും. അപ്പം BJP-യുടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പൂടെ ഇവിടെ ഉണ്ടാകില്ലേ? അങ്ങനെ കൂടെ നമ്മൾ കാണണമല്ലേ? അല്ല, BJP-യുടെ രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാകുമ്പോൾ സിനു ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഇതിനകത്ത് 3000 പേരാണ് വരുന്നത്. 3000 പേരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്കറിയാവുന്നതിനപ്പുറം ഈ 3 രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെ ഇങ്ങ് താഴെ തട്ടുവരുടെ നേതാക്കന്മാർ വരെ വരാം. താഴെക്കടയിലുള്ള ഒരുപാട് പേരുണ്ടാവില്ല. 3000 പേര് വരില്ല. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാവും? 10-200 പേര് കൂടുതലൊന്നും അറിയത്തില്ല. നമുക്ക് 10,000 രൂപ 20,000 രൂപ 10,000 രൂപയുടെ 20,000 രൂപയുടെ ഒരുപക്ഷെ അദ്ദേഹം നോട്ട് ചെയ്ത് കാണത്തില്ല. ലക്ഷങ്ങളുടെ മാത്രം നോട്ട് ചെയ്തും പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ മാത്രമായിരിക്കും നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് സമുദായ നേതാക്കൾ, മീഡിയ പ്രവർത്തകർ, അല്ലെങ്കിൽ സാംസ്കാരിക നായകർ എന്ന് പറയുന്നവരൊക്കെ തന്നെ ഉൾപ്പെട്ടു. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ചാക്കര വളരെ ശക്തമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വന്നതെന്ന് വെച്ചാൽ മീഡിയ പീപ്പിൾ ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ
ഈ മാധ്യമ രംഗത്തുള്ള അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ ഞെക്കിപ്പിഴിഞ്ഞ് കാശുരോട് വാങ്ങിച്ചിരുന്നെന്നുള്ള മനസ്സിലാക്കണം. അത് വന്നാൽ നമ്മുടെ മീഡിയക്ക് തന്നെ ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാര് പിരിവ് നടത്തി മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചാക്രാഷ്ട്രൻ അതായത് ബിസിനസ്സിന് വേണ്ടി അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും. 3000 പേരെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം നമ്മൾക്ക് പോലും അറിയാൻ പറ്റാത്ത ഇങ്ങ് താഴെത്തട്ട് കിടക്കുന്ന വരെ നേതാക്കന്മാർ ഈ 3 പാർട്ടിക്കകത്തുനിന്നും ഉണ്ടാവും. പിന്നെ ചെറിയ ചെറിയ പാർട്ടികൾ വിട്ടേരെ. പിന്നെ പിയേഴ്സൺ മാസ്റ്റർ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഈ മീഡിയ എന്ന് പറയുന്നത്. മീഡിയ നമ്മൾ വിചാരിക്കുന്നു നമ്മളുടെ മുമ്പിൽ ഇവിടുത്തെ സാധാരണക്കാരൻ വിചാരിക്കുന്നത് ലോകത്തിനകത്ത് നടക്കുന്ന അഴിമതി മൊത്തവും വെളിയിൽ കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഈ മീഡിയ എന്ന് പണ്ടത്തെ പോലെ ധരിച്ച് ഇപ്പം ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഇത് ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ച്, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്, അല്ലെങ്കിൽ അവർക്ക് പണം കൊടുക്കുന്നവരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ ഈ പറയുന്ന മോശം കാര്യങ്ങൾ മറച്ചു പിടിക്കുന്ന ഒരു സംവിധാനം കൂടി മീഡിയക്കകത്ത് ഉണ്ട് എന്ന് ഈ ലിസ്റ്റ് വെളിയിൽ വരുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുമായിരുന്നു. അതിനും കൂടിയാണ് ഒരു വിഘ്നം. തീർച്ചയായിട്ടും ഷോൺ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ലിസ്റ്റിനേക്ക് അപ്പുറം ഈ ഉദ്ദേശിച്ചത് മീഡിയ പീപ്പിൾ എന്താണ് മീഡിയ ചെയ്യുന്നത്, അതായത് മീഡിയകൾക്ക് അജണ്ടയുണ്ട്, അവരുടെ താല്പര്യങ്ങളുണ്ട്, അവർക്ക് പണം വാങ്ങലുണ്ട്, ആ പണം വാങ്ങി അവർക്ക് വാർത്ത ചമയ്ക്കലുണ്ട്. അത് വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത് ഉപയോഗപ്പെടണം. ഏതായാലും കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇത് നാട്ടുകാരുടെ മുമ്പിൽ വലിച്ചു കീറുന്ന, ഇന്നത്തെ മാധ്യമ സംസ്കാരത്തെ വലിച്ചു കീറാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം, രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുന്നതാണല്ലോ മീഡിയ, പക്ഷേ മീഡിയയും അതേ മേഖലയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിയേഴ്സൺ മാഷിനും അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് അടുത്ത് ഇടപെടുന്ന ചില ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അത് വെളിയിൽ വരണം, നാട്ടുകാരറിയണം, ഇവരെ ആര് നിയന്ത്രിക്കുന്നു എന്നറിയണം. അതായത് പലപ്പോഴും പല സമയങ്ങളിലും നമ്മുടെ പിണറായി വിജയൻ പറയുന്ന പോലെ മാധ്യമ സിൻഡിക്കേറ്റ് അത് ഉണ്ട് ഇവിടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.